ഇപ്പോഴും ചോദിക്കുന്ന അവന് ജോലി ഇല്ലല്ലോ എന്ന് പറയുന്നത്. തീവ്രം ദുൽഖർ ഓക്കെ പറഞ്ഞു, അത് ഓൺ ആവും, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ എത്തുമ്പോഴാണ് എനിക്ക് തമിഴിൽ നിന്ന് ഇതേപോലെ അവർ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ തീരുമാനിച്ചു ആ പരിപാടി വേണ്ട, നായകൻ വേണ്ട, നമുക്ക് ഈ സാധനത്തിൽ ഇത് എനിക്ക് കൂടുതൽ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. ചെറുപയറൊക്കെ നമ്മൾ മണം കേൾക്കുമ്പോഴും പറയും പക്ഷേ എന്തൊരു സ്മെല്ലമ്മേ. ഹോസ്റ്റലിൽ പോയി ഒരു വർഷം നിന്ന് വന്നപ്പോഴത്തേക്ക് ഇന്ന അമ്മ എന്ത് എടുത്താലും അവൻ്റെ വൈഫ് വെച്ച് എങ്ങനെയെങ്കിലും എഗിറ്റേറിയം വരെ ആക്കിയിട്ടുണ്ട്. ചിക്കൻ്റെ ചാറൊക്കെ നോക്കി തുടങ്ങി. പക്ഷെ നോൺ വെജ് ഒക്കെ വെച്ചു കൊടുക്കും. കഴിക്കണ്ട നോൺ വെജിന് ഒരു ലിസ്റ്റ് ഒരു 2-3 പേജ് ഉണ്ടാവും. അപ്പൊ ഞാനതൊന്ന് പെട്ടെന്ന് സ്പിക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഒരു മഷ്റൂമും ഗോപിയും വെച്ചിട്ട് ഇരിക്കും അരമണിക്കൂറിനകത്ത് ഏതാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയപ്പോ റൂഫിലൊക്കെ പോയി പൊട്ടി. ഞാൻ വരുമ്പോ പൊറോട്ട ഒക്കെ മേളിയിരിക്കുന്ന ബിൻജാനെ നന്നായിട്ട് കുക്ക് ചെയ്യും. അടുക്കളയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറിയാവും. രസം ഉണ്ടാവുകയല്ലല്ലോ, ഉണ്ടാക്കുക. ഈ ഒരു ക്യാരക്ടർ റോളിൽ നിന്ന് ഇപ്പൊ ഒരു ഹീറോ അല്ലെങ്കിൽ ലൈക്ക് ഒരു ബിക്കോസ് ചേട്ടന് കിട്ടിയത് ഒരു ഡയറക്റ്റ് എൻട്രി ആണ് കിട്ടിയത്. അതും ഭയങ്കരമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു റോൾ വയ്യ. പക്ഷെ അപ്പൊ ഇത് എല്ലാവർക്കും ഇതിങ്ങനെയല്ല, ഈ നമുക്കിതൊരു സ്ട്രഗിൾ ആയിരിക്കും എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് പല ക്യാരക്ടേഴ്സും ആ ക്യാരക്ടർ ഞാനത് ചെയ്തത് എന്ന് പറയുമ്പോഴായിരിക്കും പെട്ടെന്ന് അതാണല്ലോ, അതെ അനുഭവം ആണല്ലോ എന്നുള്ള ഒരു റെക്കഗ്നിഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനാരിയോടെ ഒരു കംപ്ലീറ്റ് ചേഞ്ച് വന്നത് അയ്യപ്പൻ കോശി ആയിരിക്കും. അല്ലേ? അപ്പൊ ഈ അയ്യപ്പൻ കോശി എന്നുള്ള മൂവി അതിൽ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്തു. പിന്നെ ലളിതം സുന്ദരം, പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഒരു ടേൺ ബാക്ക് ഇല്ല. പക്ഷെ എന്നാലും ഇടയ്ക്കുണ്ടല്ലോ ഈ നമ്മള് വീട്ടിലിരിക്കുമ്പോ അറിയില്ലേ മറ്റേ ജോലി പറഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വേറെ ആരും എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഒരു ധാരണ എനിക്ക് അന്നും ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ധാരണ തീവ്രം ഞാൻ ഇത് ജോലി റിസൈൻ ചെയ്യുമ്പോഴും എനിക്കുണ്ട്. കാരണം നമ്മളൊരു 100% ഉറപ്പോട് കൂടിയൊന്നും അല്ലല്ലോ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനത്തിനകത്ത് കിട്ടുന്ന പരിപാടി മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ നന്നാക്കുക എന്നുള്ളൊരു തോട്ട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അറിയാം അത് അനുവാണ് എന്ന് ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഒരു തരത്തിൽ എനിക്കത് രസമായിട്ട് തോന്നി. കാരണം ഞാൻ ചെയ്ത സിനിമകളുടെ ഒറ്റത്ത് പോയി നിന്നാലും ആർക്കും എന്നെ മനസ്സിലായിരുന്നു, പക്ഷെ സിനിമ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പണ്ട് കോളേജിൽ ചെയ്യുന്ന സാധനം എനിക്ക് റിപ്പീറ്റ് അടിക്കാൻ തുടങ്ങി. ഞാൻ സ്റ്റേജ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ബാക്കിൽ നിന്നിട്ട് നല്ല രസമുണ്ടല്ലോ സ്റ്റേജ് എന്ന് പറയുമ്പോൾ സൈലന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഹരമില്ലേ. അപ്പോൾ അതെനിക്ക് കിട്ടി. പക്ഷെ പിന്നെ പോകെ മനസ്സിലായി ഈ സ്ട്രഗിൾ സ്റ്റേജ് എന്ന് പറയുന്നില്ലേ, നമ്മൾ ഓരോരുത്തർക്ക് പോയി സംസാരിക്കുമ്പോഴും നമ്മൾ പറയണം ഇത് ഈ സിനിമ ക്യാരക്ടർ ചെയ്ത് ഞാനാണ്, ഇതിങ്ങനെ പറഞ്ഞ് മടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു എനിക്ക് 3-3.5 വർഷത്തോളം ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് യൂട്യൂബ് റൂട്ടേഴ്സിന് ശേഷം ഞാൻ അങ്ങനെ ഒരു 3.5 വർഷം സിനിമ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പറഞ്ഞ ഞാൻ അന്നൊന്നും ഈ അങ്ങോട്ട് പോയി ചോദിക്കുന്ന പരിപാടിയും എനിക്ക് അന്നത്തെ പ്രായത്തിൽ ഈ പറയുന്നത് പോലെ അത് ശരിയാവുമോ? കാരണം അപ്പൂപ്പൻ ഇപ്പൊ നേരത്തെ പ്രശ്നമല്ലേ, അമ്മ ചേട്ടൻ അമ്മാവൻ ഇവരെല്ലാം നിൽക്കല്ലേ. അപ്പം ഇവ വന്നിട്ട് എങ്ങനെ ചാൻസ് വെച്ച് നടക്കുന്നത് അവർക്കൊരു മോശമാവുന്നുള്ളത് ആ തെറ്റായ ധാരണയാണ് ശരിക്കും. അപ്പം അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലായിരുന്നു എൻ്റെ തുടക്ക സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല, ഞാൻ നോക്കിയിട്ടേ കാര്യമുള്ളൂ, കാരണം ചെയ്യണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ വളരെ ഒറ്റയ്ക്കിരുന്നൊരു സമയത്താണ് ഞാൻ സച്ചിനെ വിളിക്കുന്നത്. സച്ചിനെ വിളിച്ച് അപ്പോൾ സച്ചിനെ എനിക്ക് നേരത്തെ പരിചയം സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്ന ഒരാളാണ്. ഞാൻ സിനിമ ഇല്ലാതിരിക്കുന്ന സമയത്താണ് ആ ഒരു ക്ലോസിൽ വേണം അത് പറയാൻ. അതാണ് സച്ചിൻ്റെ ക്വാളിറ്റി. ഞാൻ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് എപ്പോൾ വിളിച്ചാലും സച്ചിനും ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പറ്റില്ല തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് സച്ചിനെ ഓർമ്മ വന്നു. എവിടുന്നോ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് ഞാൻ സച്ചിനെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു. സച്ചിനെ വേണമെങ്കിൽ തിരിച്ച് കോൾ ചെയ്തിട്ട് നീ അവിടെ ഉണ്ട്, എന്നെ അത്യാവശ്യമായിട്ടൊന്നും കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് നിൽക്കുക. ഞാൻ അവിടെ നിന്ന് തിരിച്ച് എറണാകുളത്ത് എത്തുന്നു. സച്ചിൻ്റെ വില്ലയിൽ എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്തോ സിനിമാ പരിപാടി അവിടെ നടക്കുന്നുണ്ട്, കുറേ ആളുകളും ഒക്കെ. അപ്പം ഞാൻ ക്ലീൻ ഷേവൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സച്ചേട്ടൻ ഉറങ്ങായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സച്ചേട്ടൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നു. ജയൻ ചേട്ടൻ വിലായത്തൂത്തിൽ ഡയറക്ടറൊക്കെ അന്നുണ്ട് അവിടെ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ സച്ചേട്ടൻ എന്നെ കണ്ടോടെ ഈശ്വര നീ എന്താ ചെറുതായി വരുവാണോ എന്ന് ചോദിച്ചിട്ടാണ് ആദ്യം ചോദിച്ചത്. ഇതിനകത്ത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട് അയ്യപ്പനും കോശി, അതിലൊരു പോലീസ് ഒരു ചെറുപ്പക്കാരൻ പരിപാടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നിന്നെ പറ്റുമോ അറിയാനാണ് നിന്നെ നേരിട്ട് കാണുന്നത്. വെച്ചാൽ നടക്കില്ല പരിപാടി, നമുക്ക് അടുത്ത പരിപാടി പിടിക്കാം, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നല്ല സച്ചിട്ട് എനിക്ക് മീശോണ്ട് താടിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പഴയ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് പറഞ്ഞ് നോക്കാം നീ എന്തായാലും ഇനി താടി എടുക്കണ്ട, സമയമുണ്ട്, നമുക്ക് ഷൂട്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയി. അല്ല അന്ന് തന്നെ അതിനകത്തൊരു ആ സീക്വൻസ് ഇല്ല, മറ്റേ
സതീഷേ എന്ന് വിളിക്കുന്ന ഒരു സാധനം CA കയറി പേര് വിളിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ആ സീൻ മാത്രം എനിക്ക് തന്നിട്ട് നീ ഇതൊന്ന് ചെയ്യും നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണ് ടെൻഷൻ. ഞാനൊരു ലൊക്കേഷൻ കണ്ടിട്ട് അന്ന് 4 വർഷത്തോളം അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം ജയൻചാണ്ടാന്ന് തോന്നുന്നു മൊബൈലിൽ ഈ സാധനം ഷൂട്ട് ചെയ്യുന്നു, സച്ചിൻ ആക്ഷൻ പറയുന്നു, എല്ലാവരും സോഫയിലിരിക്കുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെയൊക്കെ കോളമാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഇത് ബോറായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സച്ചേട്ടൻ തന്നെ എഴുന്നേറ്റാ മതി കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, ഞാൻ വിളിക്കാൻ തന്നെ, നീ പൊക്കോ, നമ്മുടെ കയ്യിലല്ലോ, രഞ്ജിയേട്ടനൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി സച്ചേട്ടൻ എന്നെ വിഷമിപ്പിക്കാണ്ട് പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഇതേപോലെ റൂമിലിരുന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഒരു സെൽഫി സ്റ്റിക്കിൽ ഈ സാധനം ചെയ്ത് കാണിച്ചത് എനിക്ക് ഭയങ്കര എനിക്ക് തന്നെ ബോറായിട്ട് തോന്നി. അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് റൂമിലിരുന്നപ്പോൾ ആരുമില്ലല്ലോ അവിടെ. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഒരു സാധനം ചെയ്തിട്ട് സച്ചേന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്തു. സച്ചേട്ടൻ പറ്റിയാൽ ഇതൊന്ന് കാണും, എനിക്ക് ആ സച്ചേൻ്റെ അവിടെ മുമ്പിൽ ചെയ്തത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല, ഇതൊന്ന് കണ്ടിട്ട് പറ്റിയാൽ ഒന്ന് കാണുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ സച്ചേട്ടൻ കണ്ടിട്ട് അത് തംസപ്പ് മെസ്സേജ് അയച്ചു. എനിക്കൊരു അന്ന് വൈകുന്നേരം നെക്സ്റ്റ് ഡേ അതിൻ്റെ ബാദുക്ക് എന്നെ വിളിക്കുന്നു, അയ്യപ്പനും കോശി നീ ഇന്നാണെന്നുള്ളൊരു സാധനത്തിലേക്കാണ്. അപ്പം പിന്നെ അതാണ് അയ്യപ്പനും കോശിയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി കിട്ടിയ ഒരു പരിപാടി. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് സാൻഡ്വിച്ച് കഴിക്കണം, ടാസ്ക് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. നമുക്ക് ഇനി ഫുഡിനെ കുറിച്ച് സംസാരിക്കാം. ഇവരുടെ ഫേവറേറ്റ് ഫുഡ് എന്നാണ് ഇവർക്ക് എപ്പം കൊടുത്താലും രണ്ടുപേരും ഒരു പരാതിയും പറയാൻ കഴിക്കുന്നത്? പൊതുവെ അങ്ങനെ ഒരു പ്രത്യേകിച്ചില്ല, എല്ലാ ഫുഡും കഴിക്കും. എന്ന് വെച്ചാൽ കൊച്ചിലെ അങ്ങനെ തന്നെയാണ് എല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത്. ഞാൻ കുഞ്ഞിലെല്ലാം കഴിക്കില്ലായിരുന്നല്ലോ. ഇവൻ ഹോസ്റ്റലിൽ പോയതിനു ശേഷമാണ് ഇവൻ ഫുഡെല്ലാം കഴിച്ചത്. മറ്റേത് അവന് അതെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകത മക്കൾക്ക് അങ്ങനില്ല. എല്ലാം പൊതുവെ ഉണ്ടാക്കുന്നത് എല്ലാവരും ഞങ്ങൾ 4 പേരും അങ്ങനെ കഴിക്കും. മൂത്തവന് കുഴപ്പമില്ല, അവന് എല്ലാം കഴിച്ചോളൂ. ഇവനാണെങ്കിൽ വേണ്ട, ഇവന് ഇഷ്ടമുള്ളത് മാങ്ങ ഉപ്പിലിട്ടത്, പുളിശ്ശേരി, ഒരു മീൻ വറുത്തതുമല്ലോ, ഈ 3 സാധനം അല്ലാതെ കഴിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ നല്ല വെല്ലിഞ്ഞിരുന്നതാ പെൻസിൽ പോലെ. ചെറുപയറൊക്കെ നമ്മൾ എൻ്റെ ഫുഡിന്റെ മണം കേൾക്കുമ്പോഴും പറയും പക്ഷേ എന്തൊരു സ്മെല്ലാമേ, പയറിന്റെ ഇഷ്ടമല്ല, അത്ര അലർജി ഉള്ളവനായിരുന്നു. ഹോസ്റ്റലിൽ പോയി 1 വർഷം നിന്ന് വന്നപ്പോഴത്തേക്ക് ഇന്ന അമ്മ എന്ത് എടുത്താലും അവൻ കഴിക്കും. പയറുപയറിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. വല്ലാത്തൊരു തിരിച്ചറിവ്. പിന്നെ നോൺ വെജ്, വെജിറ്റേറിയൻ, അങ്ങനെ നോൺ വെജ് ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ഇഷ്ടമാണ്. എന്നാലും വെജ് ആയാലും കുഴപ്പമൊന്നുമില്ല. അവന്റെ വൈഫ് വെജാ, അവള് വെജിറ്റേറിയൻ. എങ്ങനെയെങ്കിലും വെജിറ്റേറിയൻ വരെ ആക്കിയിട്ടുണ്ട്. മറ്റേ ചിക്കന്റെ ചാറൊക്കെ നോക്കി തുടങ്ങി. ഇനി പ്രശ്നമില്ല, ഇനി കുഴപ്പമില്ല. ഇവര് കുക്കിംഗ് ഇടയ്ക്ക് അടുക്കള ഒന്ന് കൊളാക്കലുണ്ടോ? ഇല്ല, കുക്ക് ചെയ്യും. നോൺ വെജ് ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അത് ശരി. ബാംഗ്ലൂരിൽ നിന്നപ്പോഴാണ് ആ ഒരു പരിപാടി. ഇപ്പൊ ഞാനും വർക്കിന് പോകുമല്ലോ ഇടയ്ക്ക്. ഞാൻ വർക്കിന് പോയ ഇവരല്ലേ ഉള്ളൂ വീട്ടില്, തന്നെത്താൻ കുക്ക് ചെയ്ത് രണ്ടുപേരും. വിൻജാനും നന്നായിട്ട് കുക്ക് ചെയ്യും. വിൻജാനും പിന്നെ അങ്ങനത്തെ ഒരു ഇന്ന ഡിഷ് ഒന്നുമില്ല, അടുക്കളയിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതെല്ലാം കൂടി ഇട്ടൊരു കറി ആവും. അതങ്ങ് ആവുകയാണ്, രസം ഉണ്ടാവുകയല്ലല്ലോ, ഉണ്ടാക്കുക പരിപാടിയായിരുന്നു. അതുപോലെ കുക്ക് ചെയ്യുന്ന ആളാണ് വെഞ്ചാറ്. പക്ഷെ ഈ പറഞ്ഞ നല്ല ടേസ്റ്റാ, ഞങ്ങൾ കഴിക്കുമ്പോൾ നല്ല രുചിയായിരിക്കും കഴിക്കാനൊക്കെ. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് പൊറോട്ട ഒക്കെ ഉണ്ടാക്കിയപ്പോൾ റൂഫിലൊക്കെ പോയി പൊട്ടി. അടുക്കളയിൽ ഞാൻ വരുമ്പോ പൊറോട്ടയൊക്കെ മേളിയിരിക്കുന്ന എന്താ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുക? അമ്മക്ക് എന്താ കുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്? എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഫ്രൈഡ് റൈസ്, ചിക്കൻ കബാബ്, പട്ടിയാല ചിക്കൻ. നോൺ വെജ് ഒക്കെ ഇപ്പൊ ഭയങ്കര വലിയ പരിപാടികളാണ്, ചെറുതൊന്നും പിടിക്കുന്നത്. ബിരിയാണി, ഈ അവിയല്, തോരന്, സാമ്പാർ, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ വന്നെങ്കിലേ ഉള്ളൂ. ബാക്കിയെല്ലാം നോൺ വെജ് ആവുമ്പോൾ നമുക്ക് എന്തും കഴിക്കാം. വെജിറ്റബിൾ ആകുമ്പോൾ കുറച്ചുകൂടെ അവിയലൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല, ട്രൈ ചെയ്തിട്ടില്ല. അല്ല, അതൊന്നും ഇല്ല, അതൊന്നും ചെയ്തില്ല. അത് പിന്നെ ഞാൻ വരുന്ന ദിവസങ്ങളിലേ ഉള്ളൂ അങ്ങനെയുള്ള റീഡേഴ്സ്. ബാക്കിയെല്ലാം വൈഫ് വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഈ നിങ്ങൾക്കിടയിൽ ഒരു ഫുഡ് കോൺഫിഡൻസ് എന്ത് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നു? ചില സ്ഥലത്ത് ഓർഡർ നമ്മള് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിലൊക്കെ ചെന്നിരിക്കില്ലേ, അപ്പോഴാണ് ഈ മെനക്കേട്. ഞാൻ നോൺ വെജിന് ഒരു ലിസ്റ്റ് ഒരു 2-3 പേജ് ഉണ്ടാവും. അപ്പൊ ഞാനതൊന്ന് പെട്ടെന്ന് സ്പിക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഒരു അരമണിക്കൂർ മഷ്റൂമും ഗോപിയും വെച്ചിട്ട് ഇരിക്കും, അരമണിക്കൂറിനകത്ത് ഏതാണ് ഞാൻ കൂടെ 2 കറിയേ ഉള്ളൂ. പിന്നെ അത് വേസ്റ്റ് ആണല്ലോ, അതിന്റെ പകുതി ആയിരിക്കും കഴിക്കുന്നത്. പക്ഷെ നോൺ വെജ് ഒക്കെ വെച്ചു കൊടുക്കും.
ഇപ്പൊ കുക്ക് ചെയ്യാം. ഓ അത് ശരി, അടിപൊളിയാണ്. കുക്ക് ചെയ്ത് കൊടുക്കും. നോൺ വെജ് കുക്ക് ചെയ്യും. ഒരു പരാതിയില്ല, ഒരു പരാതിയില്ല. അതേപോലെ തന്നെ കഴിക്കണ്ട കഴിക്കേണ്ട ടൈമിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, അതെ അതെ. എപ്പോഴെങ്കിലും ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് അമ്മ ഇപ്പം എപ്പോഴും വർക്ക് കാര്യങ്ങളൊക്കെ ഒരു മിസ്സിങ്, അതായത് ഇപ്പൊ ഒരു PTA മീറ്റിംഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്ക് മീറ്റിംഗ് എന്താന്ന് ഇവർക്കറിയില്ല, ചോദിച്ചു എനിക്കറിയാം. അച്ഛൻ്റെ അമ്മയുടെ ചോദിക്കാം ഒരു മീറ്റിംഗിന് ഞങ്ങൾ പോയിട്ടില്ല. 12 വർഷ കാലയളവിൽ സ്കൂളിൽ കയറിയത് 1 or 2 തവണ, അതും ഒരുമിച്ചല്ല. അച്ഛന് വേറൊരു സ്വഭാവമുണ്ട്. നമ്മളിങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്സിന്റെ കോറിഡോറിൽ ഒരു ബഹളം കേൾക്കാം, കുറെ പിള്ളേരുടെ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടം ജനം പോകും, ഒരു പിള്ളേർ പോകും. അതിന് നമുക്ക് അച്ഛൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്നിട്ട് എവിടെയെങ്കിലും വെച്ച കണ്ട പരിചയം പോലും എന്നെ കാണിക്കാൻ ഞാൻ ഇങ്ങനെ പോകും. അത് വേറെ കുറെ പിള്ളേർ സർക്കിളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു റാൻഡം വിസിറ്റ് നടത്തും ചിലപ്പോൾ സ്കൂളിൽ. അങ്ങനെ 1 or 2 തവണ വന്നിട്ടല്ല, അല്ലാണ്ട് ഇവര് PTA മീറ്റിങ്ങിനും കണ്ടിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. സ്കൂളിൽ കയറിയിട്ട് നമ്മളാണെങ്കിലും സ്കൂളിൽ പോവാൻ വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അല്ലേ? അല്ല, ഇവന് താല്പര്യക്കുറവ് വിനിച്ചേട്ടനായിരുന്നു, മൂത്തായിരിക്കും. അവൻ ട്യൂഷന് വിടും. അവൻ ട്യൂഷനൊന്നും പോകത്തില്ല. അവനെ പിന്നെ ട്യൂഷന് നമ്മുടെ നിർബന്ധം കൊണ്ട് ട്യൂഷന് വിടും. അപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ രാവിലെ സ്കൂളും അടുത്ത് തന്നെ, അവൻ പഠിച്ച പ്രൈമറി സ്കൂളും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത്. ഉച്ചയ്ക്കൊക്കെ വീട്ടിൽ വന്ന് കഴിച്ചിട്ട് ഇൻ്റർവെൽ ടൈമിലൊക്കെ വരാം. അപ്പോൾ രാവിലെ ഇവിടുന്ന് ട്യൂഷന് പോകും. ട്യൂഷന് പോയിട്ട് നേരെ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വരും. അങ്ങനെ കുറേ അപ്പോൾ ഫീസ് കൊടുത്തു വിടുമ്പോൾ പോക്കറ്റിൽ തന്നെ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഈ പോക്കറ്റിൻ്റെ ഷർട്ടിൽ തന്നെ ഫീസ് കിടക്കുന്നത്. അപ്പോൾ മോൻ ഫീസ് കൊടുത്തില്ലേ? കൊടുത്തില്ലെന്ന് പറയും. അതെടുത്ത് മാറ്റാനുള്ള ഒരു ബുദ്ധി അങ്ങനെ ഇരുന്ന് ഒരു ദിവസം അവൻ്റെ ചേട്ടൻ്റെ അനിയൻ നോക്കിയപ്പോൾ ഉണ്ട്, ഇയാൾ ഇവിടുന്ന് ട്യൂഷന് നേരെ പോയിട്ട് ഈ സ്കൂളിൽ കയറി. സ്കൂൾ അത് വഴിയാണ് ചെന്നിട്ട് അവിടെ അപ്പോൾ ആ ഒരു അമ്മാവനുണ്ട്, അവിടെ ജനലൊക്കെ തുറന്നിടാൻ ബെഞ്ചൊക്കെ പിടിച്ചാൽ പറ്റും. അമ്മാവൻ്റെ കൂടെ കയറി സ്കൂളിൽ അവിടെ എല്ലാം അമ്മാവനെ സഹായിക്കും. ട്യൂഷന് പോകത്തില്ല. മറ്റേ പുളിമുട്ടായി അങ്ങനത്തെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് അമ്മാവനാണ്. മറ്റേ ബോംബെ അപ്പൊ ഇതൊക്കെ കഴിച്ച് അമ്മാവനെ സോപ്പിട്ട് ഈ സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ കണ്ടുപിടിച്ച്. അപ്പോഴാണ് കള്ളത്തരം പുറത്തു വന്നത്. പിന്നെ ട്യൂഷൻ നിർത്തി. അവൻ ട്യൂഷന് പോവണ്ട, നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് വിട്ടതാ. അവന് ഇഷ്ടമല്ല. അച്ഛൻ പിന്നെ നിർത്തി. വേണ്ട, അവന് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, വേണ്ട, അച്ഛനോടെ നോ പ്രോബ്ലം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള പരിപാടി ഇല്ല അച്ഛൻ. വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി എന്താണെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ക്ലാസ്സിൽ ലാസ്റ്റ് ആണെന്ന് പറയുള്ളൂ. മോൻ എത്ര റാങ്ക് എന്നൊക്കെ ചോദിക്കും. അവന്റെ ക്ലാസ്സിൽ 52 പേരുണ്ട്. അതൊക്കെ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ്. ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ ഒരു ഇത് കിട്ടുന്നത് തീർച്ചയായിട്ടും ആ ഒരു ബേസ് അവർക്കുണ്ട് 2 പേർക്കും. ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് അതല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ നന്നാവും. പിന്നെ അങ്ങനെയുള്ള ഒരു രീതിയിലും പോയിട്ടുമില്ല അവർ. അതും ഒരു പോയിന്റ് ആണേ. അപ്പൊ എന്തും കാണിച്ചാൽ നമുക്ക് കൂട്ടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈശ്വര ഇവിടം വരെ അമ്മക്ക് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇങ്ങനെ ഞാനിങ്ങനെ ആ ഒരു ടൈം പീരീഡിലുണ്ട്. എനിക്ക് തോന്നുന്നത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ഞാനും ചൈൽഡ് ആർട്ടിസ്റ്റ് അച്ഛൻ്റെ കൂടെ അന്ന് തൊമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞൊരു, അത് എൻ്റെ ചേച്ചി അതിൽ അഭിനയിച്ച് അച്ഛൻ്റെ ഇളയ മോളായിട്ട് ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ ഷൂട്ടിന് പോയതാണ്. ഇവന്റെ കാര്യം പറഞ്ഞാൽ ലൊക്കേഷനിൽ വെറുതെ പോയതാണ്. അപ്പൊ ചെറുതിലെ ഞാൻ ഭയങ്കര സ്മാർട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശശികുമാർ സാറായിരുന്നല്ലോ അന്ന് ഡയറക്ടർ. അപ്പോൾ അങ്കിള് ഞാൻ അവിടെ കിടന്ന് ഓടുന്ന ചാടുന്നതും കണ്ടിട്ട് ഒരു സീന്, ചുമ്മാ ഒരു ഷോട്ട്, ഒരു തുമ്പിയെ പിടിക്കാൻ വരുന്നു. അപ്പോൾ ആരോ വേലി പൊളിക്കാൻ വരുമ്പോൾ ആരാടാ വേലി പൊളിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ഒരു സീൻ അങ്ങനെ ഒന്ന് ചെയ്തു. അത്രേ ഉള്ളൂ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട്. എനിക്ക് തോന്നിയപ്പോ ഫാമിലി തന്നെയാണെങ്കിലും ഇപ്പൊ സൈലൻസർ ആണെങ്കിലും ഇല്ല. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ജേണി? ഇപ്പൊ ഈ ഒരു കലാകുടുംബം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഭയങ്കര കുറച്ച് ഫണ്ണാണല്ലോ. ഇതിലേക്ക് ഇപ്പൊ ഒരു ഓഫീസ് വർക്ക് പോലെ അല്ലല്ലോ. ഇപ്പൊ വർക്ക് ഒരു 9 to 5 ഷിഫ്റ്റ് അല്ല, ഷൂട്ടിലൊക്കെ പോകുന്നു. അതേപോലെ ഇപ്പൊ നാടകമാണെങ്കിലും. അപ്പൊ ആ ഒരു ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്തത്? അത് നമ്മൾ ജനിച്ചപ്പോൾ മുതലേ എങ്ങനെയല്ലേ കാണുന്നത്. അച്ഛൻ പിന്നെ അന്ന് കൂടുതലും അച്ഛൻ ചെന്നൈയിലൊക്കെ അല്ലേ അന്ന് ഷൂട്ട്, ഇതേപോലെ അല്ലല്ലോ. അപ്പൊ കൂടുതലും അച്ഛനെ മിസ് ചെയ്യുമായിരുന്നു. അച്ഛൻ പോയിട്ട് പിന്നെ മാസങ്ങൾ കഴിയുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ അച്ഛനെ മിസ് ചെയ്തതാണ്. പക്ഷെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങളുടെ കൂടെ എല്ലാം കൂടെ വന്നിരുന്ന് കളിയും
നല്ല അച്ഛൻ ട്രെയിനിലാണ് വരുന്നത്, റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മുടെ വീട്. അപ്പോൾ അച്ഛൻ വരുമ്പോഴേ ആദ്യം പെട്ടിയും ബെഡും ഒക്കെ നമ്മൾ കൊണ്ടുപോകണമല്ലോ. ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ ബെഡൊക്കെ നമ്മളായിട്ട് കൊണ്ടുപോകണം. ഇതുപോലെ ഇപ്പോഴത്തെ ട്രെയിൻ പോലില്ല. അപ്പോൾ അതൊക്കെ മുമ്പേ ഇനി വരും. അച്ഛനെ കാണില്ല. അച്ഛൻ പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ പോട്ടർമാരും അവരെല്ലാവരെയും കണ്ട് സംസാരിച്ച് അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ വരാൻ. അങ്ങനെയാ. അപ്പോൾ പിന്നെ നമ്മൾ അച്ഛനെ പറഞ്ഞ പോലെ വീട്ടിൽ വന്ന ഒരു സിനിമയുടെ ഡിസ്കഷൻ ഇല്ല. അന്നും ഇല്ല ഇന്നും ഇല്ല. ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട് വന്നാൽ വേറെ, വർക്ക് വേറെ, അതേ ഉള്ളൂ. ഇത് പറഞ്ഞ പോലെ നമുക്ക് ഓഫീസ് അവിടെ വെച്ചിട്ട് പിന്നെ പടങ്ങൾ കാണാൻ പോകും, അതിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ. ഈ സിനിമ ലൈഫിൽ എപ്പോഴും ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗെദർ ഉണ്ട്, ഇപ്പൊ തിയേറ്ററിൽ പോവാ, സിനിമ കാണുക എന്നുള്ളത് അതൊരു ഇമ്പോർട്ടന്റ് പാർട്ടായിരുന്നു. പിന്നെ അത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ലേ. ആരും അതിന് ഒബ്ജക്ഷൻ പറയുന്നില്ലല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ സ്മൂത്തായിട്ട് പോകും. തിയേറ്ററിൽ പോയി ഞങ്ങൾ എക്സാമിന്റെ തലേന്നൊക്കെ അച്ഛൻ പറയും നിങ്ങൾ പോയി സിനിമ കണ്ടിട്ട് വരാൻ. അപ്പൊ ഞാനും ചേട്ടനോട് പോയി സിനിമ കാണും. സിനിമകളൊന്നും മിസ്സാവാറില്ലായിരുന്നു. എല്ലാ സിനിമയും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് എപ്പോഴും ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവര് സിനിമയിൽ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ തോന്നുന്നു. നിങ്ങൾ സിനിമയിൽ ആഡ് ചെയ്തില്ലേ? കാരണം ബിക്കോസ് ഒന്നാമത് ഒരു ലെഗസി ഉണ്ട് ഇങ്ങനെ. പക്ഷെ പിന്നെ അത് യൂഷ്വലി നമ്മളങ്ങനെ കാണില്ലല്ലോ. ഇപ്പൊ മലയാള സിനിമയിൽ ഇപ്പം വളരെ ഇപ്പം മേ ബി ആൾക്ക് കുറച്ചും കൂടി. പക്ഷെ പണ്ടാണെങ്കിൽ അവരുടെ വേറൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഡോക്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ US സെറ്റിൽ അല്ലെ, അങ്ങനെ ഒരു ഇതാണ്. ഒരു 3 തലമുറ 4 തലമുറ ഒക്കെ വരുന്നത് വളരെ റെയറാണ്. അതെ എക്സാക്ട്ലി. നമ്മുടെ അടുത്ത ജനറേഷനിൽ ആരെങ്കിലും ഒരാളുകൊണ്ട് സിനിമ പ്രൊഫഷണലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വലിയൊരു പരിപാടിയല്ലേ. ഇപ്പൊ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു എഫേർട്ടിന്റെ ഒരു ഔട്ട്കം കാണാനാണ് ഇഷ്ടം. അപ്പൊ ഇതിൽ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും ഡയറക്ഷൻ. അപ്പൊ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഡയറക്റ്റ് ചെയ്യാനോ? പ്ലാൻ ആക്ച്വലി ഇല്ല, സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനും ഇപ്പോൾ വാശിയുടെ ഡയറക്ടർ വിഷ്ണു, അപ്പം ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതി, സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതി, ഞങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ പരിപാടികൾ ക്രിയേറ്റീവ് സൈഡിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഈ പറഞ്ഞ പോലെ അതിന് ഒരുപാട് പഠനം എക്സ്പീരിയൻസും ഒക്കെ ആവശ്യമാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള നമുക്ക് തോന്നുമല്ലോ എപ്പോഴെങ്കിലും ഒരു പരിപാടിയിൽ ഓക്കെ ഇനി എനിക്കത് ചെയ്ത് നോക്കാം എന്ന് തോന്നുന്ന ഒരു പോയിന്റിലേ ഉള്ളൂ. ഇപ്പൊ അങ്ങനത്തെ പ്ലാനും ചിന്തകളൊന്നുമില്ല. ഇൻഡസ്ട്രിയിൽ പറയും, അതായത് ഇപ്പം നമ്മൾ എന്താണോ എവിടെയാണോ അത് ഹാപ്പൻ ചെയ്യുക അവിടെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഈ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയത് ഒരു കഥ, നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിന് ഒരു കൊച്ചിയിലേക്ക് ഞാൻ ആക്ച്വലി സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നേ നമ്മൾ ഷിഫ്റ്റ് ആയതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മയുടെയൊക്കെ അന്നത്തെ സമയത്ത് ചേട്ടനൊക്കെ പ്രൊഫഷണൽ വൈസ് കുറച്ചുകൂടെ സൗകര്യം എറണാകുളത്താണല്ലോ. നമ്മൾ യാത്ര ചെയ്യാനാണെങ്കിലും വർക്കുകൾ കൂടുതലും ഇവിടെയാണ്. അപ്പോൾ ആ ഒരു സൗകര്യം ഉണ്ടായിരുന്നു രണ്ടും കൊണ്ടും. എൻ്റെ പഠിത്തവും എല്ലാം കൊണ്ടും എറണാകുളം അന്ന് സെറ്റായിരുന്നു. അപ്പം അങ്ങനെ ആണ് കൊച്ചിയിലേക്ക് നിൽക്കുന്നത്. അപ്പൊ ഈ സിനിമയിൽ ഫ്രണ്ട്സ് ഉണ്ടോ? മീൻസ് മൂവി നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഈ ഫ്രണ്ട്സ് ത്രൂ വർക്ക് വരും, അല്ലാണ്ട് വർക്ക് വരും എന്ന് വെച്ചാൽ ഈ കണക്ഷൻസ് ആണല്ലോ എല്ലാം. അപ്പൊ അങ്ങനെ സിനിമയിൽ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു ടൂബി ആയിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു സൗഹൃദങ്ങളുള്ളത് കോളേജ് കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ തന്നെ ഉള്ളൂ. എനിക്ക് ഞാൻ വേറെ ഏരിയകൾ പോകാത്തതുകൊണ്ട് കോളേജ് ഫ്രണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എനിക്ക് സിനിമയിലുള്ള സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തൊന്നും അങ്ങനെ ഒരു 2 വർഷം വർക്ക് ചെയ്തുള്ളൂ. അങ്ങനത്തെ ഒരു വലിയ സൗഹൃദ പോലെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ സിനിമയിൽ തന്നെയാണ് ഞാനും ടോബി പറയുന്ന പോലെ വിഷ്ണു ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലി കളഞ്ഞ് ഒരുമിച്ച് സിനിമയിലേക്ക് ഇറങ്ങിയ സമയമായിരുന്നു തീവ്രമൊക്കെ. ഞങ്ങൾ ഒരേ സമയത്താണ് 3 പേരും ജോലി കളഞ്ഞത്. ഞാൻ കളയുന്നത്, ടോബി റിസൈൻ ചെയ്യുന്നത്, വിഷ്ണു രാഘവ് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും തീവ്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ അന്ന് ഇതേപോലെ എനിക്ക് ഒരു തമിഴ് പടത്തിൻ്റെ ഒരു ഓഡിഷനൊക്കെ പോയിട്ട് അവർ സെലക്ട് ആയി എന്നൊക്കെ പറഞ്ഞ് നായകനായിട്ടാണ്. അപ്പം തീവ്രം ഇതേപോലെ നമ്മൾ കുറേ നാളായിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇത് ഒരു പോയിന്റിലെത്തി. ദുൽഖർ ഓക്കെ പറഞ്ഞു അത് ഇനി ഓണാവും, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെത്തുമ്പോഴാണ് എനിക്ക് തമിഴിൽ നിന്ന് ഇതേപോലെ അവർ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. അപ്പം രൂപേഷേട്ടൻ എന്നോട് തോന്നി, എടാ നിനക്ക് അതിനകത്ത് ലീഡ് റോളാണ് പറയുന്നത്, അപ്പം നിന്റെ കോളാണ്, ഏതാണെന്ന് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോഴാണ് ടോബി നമ്മുടെ സൗഹൃദ വലയത്തിലാണ്. അപ്പോൾ ടോബി എടുത്ത രൂപേഷൻ നീ പോലെ നിൽക്ക്, അവൻ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാഘവൻ നീ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അവൻ അതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ തോന്നുമല്ലോ നമ്മൾ അത്രയും നാൾ അതിൻ്റെ കൂടെ നിന്നിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അങ്ങനെ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ആ പരിപാടി വേണ്ട, നായകൻ വേണ്ട, നമുക്ക് ഈ സാധനത്തിൽ ഇത് എനിക്ക് കൂടുതൽ മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ തീവ്രം ചെയ്യുന്നതും. പിന്നെ അതിൻ്റെ ലൊക്കേഷനിൽ ടോബി മാർട്ടിൻ ചേട്ടനെ കാണുന്നു. അങ്ങനെ വിഷ്ണു ഡയറക്ഷനിലേക്ക് മാറുന്നു. അപ്പം ആ ഒരു സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഓർക്കുട്ടിൽ ഞങ്ങൾ സിബി അങ്കിളിൻ്റെ മോനുണ്ടായിരുന്നു, ജോ ഉണ്ടായിരുന്നു, ലാലു ലക്സങ്ങളുടെ മകൻ ബെന്ന്. അപ്പം ഞങ്ങളെല്ലാം ആ സൗഹൃദം ഇപ്പോഴും
ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ 12th മാൻ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ബോണ്ടിങ് ആയി. കാരണം ഒരു മാസത്തോളം നമ്മൾ ഒരേ സ്ഥലത്ത് താമസിച്ച് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇപ്പോൾ അത് ഭയങ്കര ഒരു വേറൊരു തരത്തിൽ സാധാരണ ഒരു ലൊക്കേഷനിൽ കിട്ടാത്ത ഒരു സൗഹൃദം അവിടെ ഡെവലപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ സുഹൃത്തുക്കളെല്ലാം സിനിമ തന്നെ. പലരും നമ്മളുടെ ഫാമിലിയിലുള്ള പലരും പറയില്ല, അവനോട് പറയുന്ന ഈ ഒരു ഡിസിഷൻ എന്താണ്, നമുക്ക് ടെൻഷൻ ഇല്ലെങ്കിലും ഫാമിലിയിലുള്ളവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ എങ്ങനെ ഫീൽ ചെയ്യണം, അപ്പൊ അവരെങ്ങനെ ഫീൽ ചെയ്യണം, അതായത് എടുത്ത ഡിസിഷൻ റൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? അത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്. ഇപ്പോഴും ചോദിക്കുന്ന അവന് ജോലി ഇല്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ തിരിച്ചും ചോദിക്കും, ചേട്ടൻ അവിടെ ജോലി, ഞാൻ ഇന്ന സ്ഥലത്താണ്, അതല്ലാണ്ട് വേറെ എന്തെങ്കിലും അല്ലാണ്ട് ഇതൊരു ജോലിയായിട്ട് ആരും കണക്കാക്കാത്ത എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വീട്ടിൽ പഠിച്ച ജോലിയൊക്കെ ഉള്ളവരല്ലേ കൂടുതലും ആൾക്കാര് നമ്മുടെ ഫാമിലിയില്. അപ്പൊ അവരൊക്കെ പറയുന്നത് ജോലിയില്ല. അല്ല, എന്നാലും ഫാമിലിയിൽ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോ ആ ഒരു ചോദ്യം ചോദിക്കാൻ വളരെ കുറവാണ്. ഡയറക്റ്റ് ഫാമിലിയിലില്ല, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടല്ലോ ചുറ്റും. അവർക്കുള്ളിൽ അറിയാമെങ്കിൽ അവർ ചോദിക്കും. അതെ, അവർക്കൊരു സുഖം അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിലേ ഞാൻ രണ്ടുപേരെടുത്ത് ചെറിയൊരു ക്വസ്റ്റ്യൻ റൗണ്ടാണ്. അധികം എന്താ പറയാ ട്രബിളിലാക്കത്തില്ല, ചെറിയ റൗണ്ടാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ഫസ്റ്റ് അമ്മേന്റെ അടുത്ത് ഇത് ചോദിക്കും, അപ്പൊ അമ്മ ആൻസർ പറയാ, അനുവദിച്ച് ചോദിക്കുമ്പോ ഈ ആൻസർ, അത് അമ്മേനെ കുറിച്ചായിരിക്കും. ഓക്കെ. അപ്പൊ ഈ ബർത്ത്ഡേ എന്തായാലും ഒരിക്കലും അമ്മ മറന്നു പോവില്ല. അമ്മയുടെ ബർത്ത്ഡേ മറന്നു പോകും. അതാ ഡേറ്റ് എന്താണ്? മാർച്ച് 25th, മെയ് 25th, ഇയർ 59. ഇത് എനിക്ക് വിക്കിപീഡിയ നീട്ടി അറിവുള്ളൂ. അപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ എന്തായാലും ബർത്ത്ഡേ ചോദിക്കില്ല, അമ്മ ഒരു ആവശ്യത്തിൽ മറന്നു പോവില്ല. ടൈം ഓർമ്മ? ടൈം 9:50. ഏതോ ഓർമ്മയിട്ടാൻ സാധ്യത വളരെ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ബർത്ത് പ്ലേസ് അത് കറക്റ്റ് ആയിട്ട് പറയണം. കൊയിലോൺ കുമാർ ഹോസ്പിറ്റലിലായിരുന്നു. അമ്മയുടെ അമ്മ അമ്മ പറയുന്നത് അനുവിന്റെയാണ്. അനുവിന്റെതാ ഞാൻ പറഞ്ഞത്. അത് ഞാനൊരു സ്ഥലത്തുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഇവിടെ പറയാം. അമ്മ എവിടെയാ ജനിച്ചതെന്ന് പറയും. ചിന്തയിൽ പോലും ഇല്ലായിരുന്നു ഞാനൊന്ന്. അമ്മ എവിടെയാ? വീട്ടിലാണോ അതോ കൊട്ടാരക്കര ഹോസ്പിറ്റലായിരുന്നു? ഞാൻ പറയട്ടോ ആൻസർ? ഞാൻ പറയണോ? സ്ഥലം ഇഞ്ചക്കാട്. ഇഞ്ചക്കാട് വീട്ടില് അന്നൊക്കെ വീടാണോ? വീടാണ്. ഓക്കെ. അമ്മയുടെ ഫേവറേറ്റ് കളർ? അങ്ങനെ ഒരു നിറം ഡാർക്ക് ഷെയ്ഡുകളാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ഞാനും അച്ഛനും ഒക്കെ എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് ഏത് കളറാണെങ്കിൽ അതൊന്ന് ഇടും. അതൊരു സത്യമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 84 കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഞാൻ പോയി ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെതായിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ എടുത്തിട്ടില്ല ഈ നിമിഷം വരെ. അച്ഛനുള്ളപ്പോൾ അച്ഛൻ എടുത്തോണ്ട് വരും. ഇപ്പൊ അത് മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. അനുവിന് ലൈറ്റ് കളറിനോടാ കൂടുതൽ താല്പര്യം. ഒരു എപ്പോഴും അമ്മ നമുക്ക് അവിടെ പോകണമെന്ന് പറയുന്ന ഒരു സ്ഥലം, വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം? ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏത് സ്ഥലമായാലും പോകാൻ യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അച്ഛനും മക്കൾക്ക് രണ്ടുപേർക്കും. ഞങ്ങളെല്ലാവരും ഒരു ഗ്യാപ്പ്, ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്ത് വേണേലും ഒന്ന് വണ്ടി എടുത്ത് അടിപൊളി. അമ്മയുടെ ഫേവറേറ്റ് സിബ്ലിംഗ് ആരാ? അയ്യോ, അങ്ങനെ കലാമയാന്ന് തോന്നല്ലേ ഏറ്റവും എന്നും അവര് സംസാരിക്കുന്ന അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയുണ്ട്. അതെനിക്കൊന്ന് ആ പ്രായത്തിന്റെ ഒരേ സമയത്തുള്ള ഫ്രണ്ട്സിനെ പോലെ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ? 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം ആ ഒരു സൗഹൃദം ഉള്ളതുകൊണ്ടായിരിക്കും എന്നും സംസാരിക്കുന്നത് അവരാണ്. എന്നാൽ ബാക്കി എല്ലാവരും 2 ദിവസം കൂടുമ്പോൾ സംസാരിക്കും. ഇത് അമ്മ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇപ്പം അനുവിനു ഇതിൽ മമ്മാസ് ബോയ് എന്ന് പറയുന്നത് ആരെയാണ്? അതായത് മമ്മയുടെ കാര്യം, മമ്മയോട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള? അങ്ങനെ ചോദിച്ചാ രണ്ടും മമ്മാസ് ബോയ്. അല്ല, യൂഷ്വലി പറയില്ല ഒരാള് മമ്മാസ് ബോയ്, ഒരാള് മമ്മാസ് ബോയ്. കുഞ്ഞിലെ ഞാനായിരുന്നു തോന്നുന്നു കുറെ കൂടെ. കുഞ്ഞിലെ എന്ന് പറഞ്ഞാല് ആരുമായിട്ട് മൂത്തവനാണെങ്കിൽ ആരുടെ കൂടെയും ചേരും. ഇപ്പൊ ആരുടെ കൂടെ വിളിച്ചാലും അവൻ പോവും വരും. അങ്ങനെയൊക്കെ എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ആയാലും അവൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ളതാണെങ്കിൽ അവൻ പോവും. പക്ഷെ ഇദ്ദേഹം പോകത്തില്ല, അമ്മ ഉണ്ടെങ്കിലേ വരുള്ളൂ. അങ്ങനെ ഒരു ടെൻഡൻസി ആയിരുന്നു കുഞ്ഞു പരുവത്തില്ല. പിന്നെ വലുതായി കഴിഞ്ഞപ്പം മറ്റേവനാണ് മടി. അവൻ എന്തൊരു ഷൂട്ടിന് പോകണമെങ്കിലും കല്യാണത്തിന് മുന്നേ അപ്പം എല്ലാം ഞാൻ പെട്ടി സെറ്റാക്കി കൊടുത്തെങ്കിലേ അവൻ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവനൊന്നും എടുക്കില്ല. അത് അവൻ്റെ രീതി. ഇവനല്ല, അമ്മയൊന്നും അറിയില്ല, എല്ലാം അവൻ തന്നെ സെറ്റാക്കിയിട്ട്
എനിക്ക് തോന്നുന്നത് ഹോസ്റ്റലിലൊക്കെ നിന്നതിന്റെ ഗുണമായിരിക്കും. അതെ അതെ, ഒരു വർഷം നിന്നോളെങ്കിലും ആ എക്സ്പീരിയൻസ്. മറ്റേ പിന്നെ മാറി നിന്നിട്ടില്ലല്ലോ നമ്മൾ എടുത്തൊന്നും. അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയത്. എനിക്ക് കൂടുതൽ ചോദിക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷോ. താങ്ക് യു.